സിറിയയിൽ വൻ മുന്നേറ്റം നടത്തി വിമതർ. രാജ്യത്തെ നാലാമത്തെ പ്രധാന നഗരമായ ഹമായുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി വിമതർ അവകാശപ്പെട്ടു. സിറിയൻ സർക്കാർ സൈനികരെ പിൻവലിച്ചതിന് പിന്നാലെയാണ് വിമതരുടെ സുപ്രധാന നീക്കം. സാധാരണക്കാരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഹമാ നഗരത്തിന് പുറത്തേക്ക് പിന്മാറിയെന്നാണ് സിറിയൻ സൈന്യം വ്യക്തമാക്കിയത്. ഹമാ സെൻട്രൽ ജയിലിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത വിമതർ തടവുകാരെ മോചിപ്പിച്ചു. അതേസമയം മധ്യനഗരമായ ഹോംസിലേക്ക് വിമതർ നീങ്ങാൻ ഒരുങ്ങുകയാണെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ആഭ്യന്തര കലാപം രൂക്ഷമായതോടെ എത്രയും വേഗം പൗരന്മാർ രാജ്യം വിടണമെന്ന് സിറിയയിലെ ചൈനീസ് എംബസി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നവംബർ 27-നാണ് വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ അലെപ്പോയിൽ വിമത സായുധ ഗ്രൂപ്പുകൾ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ സൈന്യത്തിനെതിരെ ആക്രമണം തുടങ്ങിയത്. അലെപ്പോ നഗരം വിമതർ പിടിച്ചെടുക്കുകയും ചെയ്തു. ഇതുവരെ 500-ലേറെ പേർ കൊല്ലപ്പെട്ടെന്നാണ് കണക്കുകൾ. കഴിഞ്ഞയാഴ്ചയാണ് സിറിയയിലെ രണ്ടാമത്തെ വലിയ നഗരമായ അലെപ്പോ വിമതർ പിടിച്ചെടുത്തത്. പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ സേനയെയും സഖ്യസേനയെയും തകർത്ത് വിമത ഗ്രൂപ്പുകൾ പിടിച്ചെടുക്കുകയായിരുന്നു. ഇതോടെ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം സിറിയയിൽ വീണ്ടും ആഭ്യന്തര യുദ്ധം തുടങ്ങി. ഹയാത്ത തഹിർ അൽ ഷാം എന്ന വിമത സംഘടനയാണ് കലാപത്തിന് നേതൃത്വം നൽകുന്നത്. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരമാണ് ഹമ. തലസ്ഥാന നഗരമായ ഡമാസ്കസ് പോലെ തന്നെ സിറിയയിലെ പ്രധാനപ്പെട്ട നഗരമാണിത്. വ്യാഴാഴ്ച രാവിലെ മുതൽ തന്നെ സൈന്യത്തിന് നഗരത്തിന് മേലുള്ള നിയന്ത്രണം നഷ്ടമായിരുന്നു. റഷ്യയുടെയും സിറിയയുടെയും വ്യോമസേന ശക്തമായി തിരിച്ചടിക്കാൻ ശ്രമിച്ചെങ്കിലും വിമതരുടെ ആക്രമണത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല. രാത്രി മുഴുവൻ വെടിവെച്ചകളും സ്ഫോടന ശബ്ദങ്ങളും നഗരത്തിൽ മുഴങ്ങിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വർഷങ്ങളായി തുടരുന്ന ആഭ്യന്തര യുദ്ധത്തിൽ അലെപ്പോ നഗരത്തിന്റെ നിയന്ത്രണം സിറിയൻ സർക്കാരിന് നഷ്ടമാകുന്നത് ഇതാദ്യമായാണ്. കഴിഞ്ഞ ദിവസം വിമത നേതാവായ അബു മുഹമ്മദ് അൽ ജൊലാനി അലെപ്പോ നഗരം സന്ദർശിച്ചിരുന്നു. ഒരു തുറന്ന കാറിൽ ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള മേഖലയിലൂടെ ഇയാൾ സഞ്ചരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. സിറിയയിലെ അസദ് സർക്കാരിന് ഹിസ്ബുള്ളയും റഷ്യയുമാണ് ഏറെ നാളായി പിന്തുണ നൽകുന്നത്.